വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായ് പല്ലവി. അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായ് പല്ലവി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാളാണ് സായ് പല്ലവി. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത്. നിരവധി പേരാണ് ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത്. കൈനിറയെ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് സായ് പല്ലവി. അതേസമയം സിനിമയുടെ കാര്യത്തിലും വ്യക്തി ജീവിതത്തിലും ചില കർശന നിബന്ധനകൾ പാലിക്കുന്ന ആളാണ് നടി. നേരത്തെ വിവാഹത്തോട് പോലും നോ പറഞ്ഞിരുന്ന നടി അതിലൊരു മാറ്റം വരുത്തി എന്നതാണ് ശ്രദ്ധേയം. മലയാളത്തിൽ അഭിനയിച്ച് ഹിറ്റായതിനു ശേഷം ഇപ്പോൾ തെലുങ്കിലും തമിഴിലുമാണ് സായ് പല്ലവി സജീവമായിരിക്കുന്നത്. ഓരോ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോഴും കർശനമായ നിബന്ധനകളാണ് നടി മുന്നോട്ട് വെക്കാറുള്ളത്. സിനിമയിലെ ചുംബന രംഗങ്ങൾക്കും ബെഡ്റൂം സീനുകൾക്കുമെല്ലാം നടി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് മാത്രമല്ല, താൻ ചെയ്യില്ലെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സിനിമയിൽ ഉണ്ടാവരുതെന്ന നിർദ്ദേശവും നടി കൊടുക്കാറുണ്ട്. വിവാഹകാര്യത്തിലും സമാനമായ രീതിയിലാണ് നടി നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. മുൻപ് പലപ്പോഴും താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സായ് പല്ലവി മറുപടിയായി പറഞ്ഞത്. മാതാപിതാക്കളെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത് തനിക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാ കാലത്തും തൻ്റെ മാതാപിതാക്കളുടെ കൂടെ കഴിയാനാണ് ആഗ്രഹമെന്നും അതാണ് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണമെന്നുമാണ് മുൻപൊരു അഭിമുഖത്തിൽ സായ് പറഞ്ഞത്. ഇപ്പോൾ ഭാവിയിലെ തൻ്റെ ഭർത്താവിന് വേണ്ട ഗുണങ്ങളെപ്പറ്റി നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത്. എനിക്ക് ഇരുണ്ട ചർമ്മമുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടം. സെൻസിറ്റീവ് സ്വഭാവം ഉള്ളവരെയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് പാചകം ചെയ്യാൻ അറിയുന്ന ഒരു ആൺകുട്ടിയെ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ടാവുമെന്നും നടി പറയുന്നു. ആൺകുട്ടികൾ എങ്ങനെ ആയിരിക്കണമെന്ന് പ്രത്യേകിച്ചൊരു നിയമവുമില്ല. എന്നാൽ ഹൃദയത്തിൽ വളരെ മൃദുലമായ ആൺകുട്ടികളെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനും എനിക്കിഷ്ടമാണ്. സെൻസിറ്റീവ് വിഷയങ്ങളിൽ ആൺകുട്ടികൾ കരയുന്നവരാണെങ്കിൽ അത്തരക്കാരെയാണ് എനിക്കിഷ്ടം. തന്നെ പ്രപ്പോസ് ചെയ്യാനായി ചുവന്ന റോസാപ്പൂക്കളുടെയോ സ്വർണ്ണ മോതിരങ്ങളുടെയോ ആവശ്യമില്ല. നല്ലൊരു ഹൃദയം മതിയെന്നും നടി വ്യക്തമാക്കി. അതേസമയം ഞാനുമായി മാച്ചിങ് ആയിട്ടുള്ളവരെ തീരെ ഇഷ്ടമല്ല. പെൺകുട്ടികളെ വേദനിപ്പിക്കരുത് എന്ന ലക്ഷ്യത്തോടെ പെരുമാറുന്ന ആൺകുട്ടികളുടെ മനോഭാവവും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന സ്വഭാവമാണെന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ തനിക്ക് ആണുങ്ങളിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണെന്നും മുൻപൊരു ചർച്ചയിൽ സായ് സൂചിപ്പിച്ചിരുന്നു. പെൺകുട്ടികളെ വളയ്ക്കാനും അവരുടെ പുറകെ നടക്കാനും വേണ്ടി മസിലുരുട്ടി നടക്കുന്നവരെ തീരെ ഇഷ്ടമില്ല. ആൺകുട്ടികൾക്ക് എപ്പോഴും ഫിറ്റായിരുന്നാൽ മതി. അവർ ബോഡി നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സായ് പല്ലവി പറയുന്നത്. അതേസമയം അടുത്തിടെ നടിയുടെ വിവാഹം കഴിഞ്ഞതായുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിക്കൊപ്പം പൂമാലയിട്ട് ചിരിയോടെ നിൽക്കുന്ന സായിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പൂമാലയിട്ട് സംവിധായകനൊപ്പമുള്ള സായിയുടെ ചിത്രം പങ്കുവച്ചാണ് പലരും താരം വിവാഹിതയായി എന്ന വാർത്ത പ്രചരിപ്പിച്ചിരുന്നത്. ഒടുവിൽ അവൾ വിവാഹിതയായി. പ്രണയത്തിന് നിറം ഒരു പ്രശ്നമില്ലെന്ന് അവൾ തെളിയിച്ചു. ഹാർട്സ് ഓഫ് ടു സായ് പല്ലവി എന്നാണ് നടിയുടെ ഫാൻ പേജിലെത്തിയ ഒരു പോസ്റ്റ്. സായ് പല്ലവിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ എക്സിലും എത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സ്ഥിരമായി വരാറുണ്ടെങ്കിലും ഈ ചിത്രം സായ് പല്ലവിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുവാൻ ആരെയും പ്രേരിപ്പിക്കുന്നതാണ്. രാജ്കുമാർ പെരിയസ്വാമി എന്ന സംവിധായകനെ നടി രഹസ്യമായി വിവാഹം കഴിച്ചുവെന്നായിരുന്നു ചിത്രത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ട്രേഡ് അനലിസ്റ്റായ ക്രിസ്റ്റഫർ കനകരാജ് വ്യക്തമാക്കിയിരിക്കുന്നു.